നമ്മോടൊപ്പം ഇപ്പോൾ MLA ആയ PC വിശ്വനാഥ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PC വിശ്വനാഥ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി അമേരിക്കയേക്കാൾ മികച്ചതാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തയാണിത്. അവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യാനുള്ള കാരണം ആ രോഗിയുടെ രോഗാവസ്ഥയുടെ അടിയന്തരാവസ്ഥ കാരണമാണ്. എന്നിട്ട് പോലും 5 ദിവസം മതിയായ ചികിത്സ, മതിയായ പരിഗണന നൽകിയില്ല എന്ന മരണമൊഴി, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അതുണ്ട്. പക്ഷെ അപ്പോഴും ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ? ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് നരകയാതന അനുഭവിച്ച് നരകിച്ച് മരിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും ഈ മുഖ്യമന്ത്രിയും മന്ത്രിയുമെല്ലാം അമേരിക്കയേക്കാൾ മെച്ചമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ നാടൻ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള തള്ള് ഇത് അരോചകമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇവരോട് ആരാ പറയുന്നത്? ഇത് അരോചകമല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രശ്നമാണോ ഇത്? കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നല്ലേ ഈ വേണുവിനെ തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യുന്നത്? കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർക്ക് അറിയത്തില്ലേ കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്നുള്ള കാര്യം? എന്തുകൊണ്ടാണ് അവർ കൊല്ലം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാഞ്ഞത്? അപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്ക് അറിയാം കൊല്ലത്തെ മെഡിക്കൽ കോളേജിലോട്ട് ഈ രോഗിയെ വിട്ടിട്ട് കാര്യമില്ല. അവിടെ ഒരു സംവിധാനവും ഇല്ല, അവിടെ ഒരു സൗകര്യവും ഇല്ല. അപ്പൊ കൊല്ലം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ കൂടെ അല്ലേ ഈ രോഗി തിരുവനന്തപുരത്തേക്ക് വന്നത്? അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, എന്തിനാണ് ആ മെഡിക്കൽ കോളേജ്? ആ മെഡിക്കൽ കോളേജിൽ രോഗിയെ പ്രവേശിക്കാൻ കഴിയുന്നില്ല, തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു. ആൻജിയോഗ്രാം ചെയ്യേണ്ടയാൾ 5 ദിവസം അവിടെ കിടത്തുന്നു. നെഞ്ചുവേദന വന്നയാൾക്ക് തുടർ ചികിത്സ തുടരണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണ്ടേ? അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അല്ല, ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ക്രിയാറ്റിൻ ലെവൽ വേണ്ടതിനേക്കാൾ കൂടുതലാണ്, 1.5 ഉണ്ടായിരുന്നു. ആ സമയത്ത് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ കൊടുക്കേണ്ട മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും രോഗിയോട് അല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് പോലും ആ മനുഷ്യൻ തനിക്ക് അർഹതപ്പെട്ട ചികിത്സ കിട്ടിയില്ല എന്ന മനോവിഷമത്തിലാണ് മടങ്ങിയത്. അതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. വിഷ്ണു, എല്ലാ തരം ഇതുപോലത്തെ ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ നടക്കുന്ന ഒരു പതിവുണ്ട്. ഈ രോഗിയെ കണ്ടിട്ടില്ലാത്ത, രോഗിയെ അറിഞ്ഞിട്ടില്ലാത്ത, രോഗിയുമായി ബന്ധമില്ലാത്ത മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് സംവിധാനത്തിലെ ഒരു ഡോക്ടറെ അന്വേഷിക്കാൻ വെക്കും. ഈ ഡോക്ടർ ഈ സംവിധാനത്തിലൊന്നും വന്നിട്ടുള്ള ആളല്ലല്ലോ. അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ട് മന്ത്രി സ്വീകരിക്കും. അതിനപ്പുറം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ ക്രിയാറ്റിൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ചികിത്സ കൊടുത്തോ എന്നുള്ള ഈ റിപ്പോർട്ടെല്ലാം ആളുകൾ വിശ്വസിച്ചേനെ. എപ്പോൾ ഈ വേണുവിന്റെ മരണമൊഴി എന്ന് താങ്കൾ ഇപ്പോൾ വിശേഷിപ്പിച്ച ശബ്ദ സന്ദേശം തന്റെ സ്നേഹിതനായ അൻവർ സാദത്തിന് വേണു അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ ന്യായീകരിക്കലും വെളുപ്പിക്കലും പെയിന്റ് അടിക്കലും എല്ലാം ആളുകൾ വിശ്വസിച്ചേനെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? വേണു പറഞ്ഞത് എന്താ? ഒരു നായെ നോക്കുന്നത് പോലും അയ്യാ എന്നെ നോക്കിയില്ല സഹോദര. ഇവിടെ എല്ലാത്തിനും കൈക്കൂലി കൊടുക്കണം. ഇവിടെ യൂണിഫോം ഇട്ട് വരുന്നവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടുകയാണ്. ഡോക്ടർ ആരിസ് ഹസൻ പറഞ്ഞല്ലോ, തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് അപരിഷ്കൃതമാണ്. വെറും തറയിലാണ് കിടത്തിയിരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം പറയാം. എന്റെ മണ്ഡലത്തിലെ 3 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് 19 വയസ്സുള്ള പെങ്കൊച്ച് ചികിത്സ കിട്ടാതെ മരിച്ചു. 5 മണിക്കൂറിനകം 17 വയസ്സുള്ള അതിന്റെ സഹോദരി ചികിത്സ കിട്ടാതെ മരിച്ചു. അതിന്റെ പിതാവ് മാധ്യമങ്ങളോട് എന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞത് രക്തം ഛർദ്ദിച്ച് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടായില്ലെന്നാണ്. അവരെയും തറയിലാണ് കിടത്തിയത്. 3ാമത്തെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വേറെ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയത്. ഞാൻ നേരനുഭവത്തിലുള്ള ആളാണ്. ആരെയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന്റെ ഡോക്ടർമാരും ഒക്കെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോ നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ഒന്ന് കഴിഞ്ഞിട്ട് ആ മാതൃഭൂമിയുടെ വഞ്ചൂർ ഓഫീസിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, നിങ്ങൾ ഈ ഡോക്ടർമാരും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും പറയേണ്ടത് വിശ്വസിക്കണ്ട. നിങ്ങൾ നേരിട്ട് പോയി നടന്നു മനസ്സിലാക്കുക. നരകമാണ് അവിടെ, നരകം. ശരി, വളരെയധികം നന്ദി ശ്രീ PC വിഷ്ണു സംസാരിച്ചതിന്.